നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റുകളായും റീലുകളായും ഒരു സിനിമ ചർച്ചാ വിഷയമായിട്ടുണ്ട്. 2023 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ചിത്രം 12th ഫെയിൽ. സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത് വിധു വിനോദ് ചോപ്ര. കാമോഷ്, 1942 എ ലവ് സ്റ്റോറി, മിഷൻ കാശ്മീർ എന്ന അനവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഇദ്ദേഹത്തെ കുറെ കൂടി മലയാളികൾക്ക് സുപരിചിതം രാജ്കുമാർ ഹിരാനിയുടെ ചിത്രങ്ങളിലൂടെയായിരിക്കും. മുന്നാബായ് MBBS മുതൽ സഞ്ജു വരെയുള്ള ചിത്രങ്ങളിലെ ടൈറ്റിൽ കാർഡ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാണാം ഏറ്റവും ആദ്യം വിനോദ് ചോപ്ര ഫിലിംസ് എന്നൊരു പേര് കൂടി എഴുതി കാണിക്കും. അതിൽ തന്നെ മുന്നാബായ് MBBS, ലഗേ രഹോ മുന്നാബായ്, 3 ഇഡിയറ്റ്സ് എന്നീ ചിത്രങ്ങളെല്ലാം സഹരചയിതാവായി അദ്ദേഹവും ഉണ്ടായിരുന്നു. താരതമ്യേന സ്റ്റാർ കാസ്റ്റ് കുറഞ്ഞ ഒരു ചിത്രമാണ്, പുതുമുഖങ്ങൾ എന്ന് തന്നെ പറയാം. നായകനായ വിക്രാന്ത് മസായി ഉണ്ട് കൂടുതലായി മുഖപരിചയമുള്ള ഒരു നടൻ. വിക്രാന്ത് മസായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു ആക്ടർ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും യോജിക്കുന്നത്. രാജ്കുമാർ റാവുവിനെ പോലെ, ആയുഷ്മാൻ ഖുറാനെ പോലെ ഭാവിയിൽ സമാന്തരമായ രീതിയിൽ തൻ്റെതായ പേര് പതിപ്പിക്കാൻ വളരെയധികം സാധ്യതയുള്ള, വളരെയധികം കഴിവുള്ള ഒരു നടൻ തന്നെയാണ്. 12th ഫെയിലിലൂടെ അദ്ദേഹത്തെ കുറെ കൂടി സ്വീകാര്യത കിട്ടി എന്ന് തന്നെ പറയാം. ചിത്രം 20 കോടി ബഡ്ജറ്റിലിറങ്ങി ഏകദേശം 66 കോടിയോളം കളക്ട് ചെയ്ത ഒരു സ്ലീപ്പർ ഹിറ്റായിരുന്നു. എന്നാൽ അതിലും വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ C5 റിലീസായ ശേഷം ചിത്രത്തിന് ലഭിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ 12th ഫെയിൽ റീസ്റ്റാർട്ട്. 12ാം ക്ലാസ് തോറ്റുപോയ നായക കഥാപാത്രം അയാൾ തന്റെ ജീവിതം തിരികെ പിടിക്കുന്നതും പിന്നീട് ഒരു IPS ഓഫീസറായി മാറുന്നതുമാണ് കഥ. ഒരുവിധം എല്ലാ സിനിമകളിലും, അതായത് ഒരു തോറ്റുപോയ നായകൻ ജീവിതത്തെ തിരിച്ചു പിടിക്കുക, അതിൻ്റെയുള്ള സ്ട്രഗിൾ സർവൈവ് ചെയ്യുക, ഒബ്സ്റ്റക്കിൾസ് കവർ ചെയ്യുക, അങ്ങനെ ഒരു ടെംപ്ലേറ്റ് രീതിയിൽ തന്നെയാണ് ഈ ചിത്രം പോകുന്നത്. പക്ഷേ ഈ ചിത്രം ബാക്കിയുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സിനിമ കാണാൻ തോന്നുന്നത്, ഒരു നിമിഷം പോലും ഫോർവേഡ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ, അവസാനത്തോട് അടുക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഒരല്പം കണ്ണു നിറയുന്നുണ്ടെങ്കിൽ അത് വിധു വിനോദ് ചോപ്രയുടെ രചനാ വൈഭവം കൊണ്ട് മാത്രം തന്നെയാണ്. IPS ഓഫീസറായ മനോജ് കുമാർ ശർമ്മയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ IAS ഓഫീസറായ ശ്രദ്ധ ജോഷിയുടെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. രാജ്കുമാർ ഹിരാനിയുമായി അദ്ദേഹം എഴുതിയ സിനിമകളിൽ 3 ചിത്രങ്ങളിലും കഥാപാത്രങ്ങൾക്ക് ഇമോഷണലും ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ കാമ്പ് കൂടുതലായിരുന്നു. ഒരുപക്ഷെ ഈ അടുത്തിറങ്ങിയ ഡങ്കിക്ക് കിട്ടിയ ചില വിമർശനങ്ങൾ പോലും രാജ്കുമാർ ഹിരാനി ചിത്രങ്ങളിൽ കാണാറുള്ള സ്ഥിരം ഒരു കോർ ഇമോഷൻ ചിത്രത്തിന് കുറവാണെന്നുള്ളതാണ്. ഒരുപക്ഷെ അത് വിധു വിനോദ് ചോപ്രയുടെ അഭാവമായിരിക്കാം. എത്ര പഴകി തേഞ്ഞ കഥയാണെങ്കിലും, എത്ര കണ്ടു മറന്ന കഥയാണെങ്കിലും കാണുന്നവർക്ക് ഇഷ്ടമാവാൻ 2 ഘടകങ്ങൾ മതി. 1, വളരെ നല്ല രീതിയിലുള്ള നറേഷൻ. 2, ഇമോഷണലായി അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ. അത്തരത്തിൽ ഇമോഷണലായി അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു പിടി കഥാപാത്രങ്ങളുണ്ട് നായക കഥാപാത്രമായ മനോജ് കുമാർ ശർമ്മ അല്ലാതെ തന്നെ. അത്യാവശ്യ ഘട്ടത്തിൽ കാശില്ലാതെ വഴിയിൽ നിന്നിരുന്ന മനോജിന് ഡൽഹിയിലേക്ക് തൻ്റെ കൂടെ പോരാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത കൂട്ടുകാരൻ കഥാപാത്രമായ പ്രീതം പാണ്ഡെ. മനോജ് ഒരു ചെറിയ കുടുംബത്തിലാണ് ജനിച്ചതെന്ന് അറിഞ്ഞിട്ടും അവനോടൊപ്പം തന്നെ നിന്ന് അവൻ IPS ഓഫീസർ ആവുന്നത് കൺകുളിരെ കണ്ടു നിന്ന് അവന് പിന്തുണ നൽകിയ, പിന്നീട് ഭാര്യയായി മാറിയ നായിക കഥാപാത്രമായ ശ്രദ്ധ. അതുപോലെ തന്നെ തൻ്റെ സ്വപ്നത്തിൽ പഠിക്കൽ ഒരുപാട് വട്ടം വീണിട്ടും തനിക്കിനി ഒരിക്കലും IPS IAS കാരനാവാനോ കഴിയില്ലെന്ന് മനസ്സിലായിട്ടും വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ താൻ ധരിക്കാൻ വെച്ചിരുന്ന കാക്കി യൂണിഫോം മനോജിന് എടുത്തു നൽകിയ, മനോജിന് പഠിക്കാനായി ഊർജവും വഴികാട്ടിയുമായി മാറിയ ഗൗരി ഭയ്യ. അങ്ങനെ ഒരു പിടി കഥാപാത്രങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. ഇതിനെല്ലാം പുറമെ വെറും ഒറ്റ വാക്കുകൊണ്ട് നീ ചീറ്റിംഗ് നിർത്തൂ, അതോടുകൂടെ നിന്റെ ലൈഫ് മാറും എന്ന് മനോജിന് ഏറ്റവും ആദ്യമായി ജയിക്കാനുള്ള തീപ്പൊരി ഇട്ട് കൊടുത്ത DYSP ദുഷ്യന്ത് സിംഗ്. ഇത്തരം കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിന്റെ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയാവുന്നത്. കാരണം സ്ട്രോങ് ആയ ക്യാരക്ടേഴ്സ്, റെലവൻ്റ് ആയ, പവർഫുൾ ആയ, ഇമോഷണലി ഹോൾഡിംഗ് ആയ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും നല്ല കഥ സിറ്റുവേഷൻസ് വരും. പിന്നെ ഇതൊരു ട്രൂ സ്റ്റോറി ബേസ്ഡ് ആയതുകൊണ്ട് അത് എത്രത്തോളം കാണികളിലേക്ക് എത്തിക്കുക എന്നൊരു ജോലി മാത്രമേ എഴുത്തുകാരനുള്ളൂ. അത് വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഇഡിയറ്റ്സ് ആയിട്ടുള്ളൊരു സാമ്യം എന്ന് പറയുന്നത് ഒരു വിദൂര സാമ്യം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഇമോഷൻസ്, കഥ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയുള്ള ക്യാരക്ടർ എത്രത്തോളം ആ കഥയെ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു സിമിലാരിറ്റി 2 ചിത്രത്തിലുണ്ട്. ഇപ്പോൾ 3 ഇഡിയറ്റ്സിലേക്ക് വന്നാൽ റാഞ്ചോ എന്ന കഥാപാത്രം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എതിരെ, അതായത് അമീർ ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം എക്സിസ്റ്റിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആൾ ഫസ്റ്റ് ടൈമായിട്ട് വൈറസ് എന്ന അതിലത്തെ കഥാപാത്രത്തോട് ആദ്യമായി ഇതിനെപ്പറ്റി ഓപ്പണായിട്ട് സംസാരിക്കുന്നത് വളരെയധികം സ്വപ്നത്തോടെ വന്ന്, എന്നാൽ പ്രൊജക്റ്റിൻ്റെ പേര് ഫെയിലാക്കിയതിനു ശേഷം സ്വന്തമായ ഒരു അവസരം പോലും കൊടുക്കാതെ ആത്മഹത്യ ചെയ്ത ജോയ് എന്ന കഥാപാത്രത്തിലാണ് 3 ഇഡിയറ്റ്സിൻ്റെ കഥ മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. റാഞ്ചോ എന്ന കഥാപാത്രം പ്രിൻസിപ്പളായ വൈറസിനോട് സംസാരിക്കുന്നത് പോലും ജോയുടെ മരണം ഒന്നുകൊണ്ട് മാത്രമാണ്.
ഇത്തരത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് തോറ്റുപോയ ഒരു കഥാപാത്രം തന്നെയാണ് ഈ ചിത്രത്തിലെ ഗൗരി ഭയ്യ. ചില സിനിമകളിൽ കാണുന്ന പോലെ ഇമോഷണൽ മെലോ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ആ കഥാപാത്രത്തെ കൊന്നുകളയുന്നില്ല ഈ ചിത്രത്തിൽ. പക്ഷെ താൻ തോറ്റുപോയി. ഞാൻ തോറ്റാലും കുഴപ്പമില്ല, ഇനി എന്നെ പോലുള്ള 100 പേരില്ലെങ്കിൽ ഒരുത്തനെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഇനി വരാനുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അതൊരു ഊർജ്ജമായിരിക്കും എന്ന് മനോജിന്റെ അടുത്ത് പല ആവർത്തി ഗൗരി ഭയ്യ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കറിയാം 3 Idiotsൽ മാധവനെ അവതരിപ്പിച്ച ഫർഹാൻ എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രം എഞ്ചിനീയറിംഗിന് എത്തുകയാണ് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട്. പക്ഷെ റാഞ്ചയിലൂടെ ആ കഥാപാത്രം തൻ്റെതായ വഴി കണ്ടെത്തുകയാണ്. കൈൻഡ് ഓഫ് റിഡംഷൻ. തനിക്ക് എഞ്ചിനീയറിംഗ് അല്ല, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം എന്ന് അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുകയും പിന്നീട് ആ ഒരു വഴിയിലൂടെ തിരഞ്ഞെടുത്ത് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് ഫർഹാൻ. സമാനമായ രീതിയിലാണ് പ്രീതം പാണ്ഡെ എന്ന കൂട്ടുകാരൻ കഥാപാത്രം. മനോജിന് പുതിയൊരു ജീവിതം തുറന്നു കാട്ടാൻ സാധ്യത കാണിച്ച പ്രീതം പക്ഷേ അതേ പാതയിൽ, സിവിൽ സർവീസിന്റെ പാതയിൽ ട്രെയിനിങ്ങിന് വേണ്ടിയാണ് പ്രീതം പോകുന്നത്. പക്ഷെ തനിക്ക് താല്പര്യമില്ല എന്ന് മനോജിനോട് പറയുകയും അച്ഛന്റെ വാശി കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന് പല ആവർത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം ആ വഴിയിൽ അദ്ദേഹം തോറ്റു പോകുന്നുമുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കൽ അത്യാവശ്യം കുശുമ്പും അസൂയും ഉണ്ടായിട്ടും പിന്നീട് മനോജിന്റെ സ്നേഹം തിരിച്ചു വരാനുള്ള പാതയിലെത്തുമ്പോൾ മനോജിന്റെ കൂടെയുള്ള ശ്രദ്ധയുടെ വാക്കിലൂടെ എന്തുകൊണ്ട് TV റിപ്പോർട്ടർ ആയിക്കൂടെ എന്നൊരു ചിന്തയിൽ സ്വന്തമായൊരു ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കുന്നുണ്ട് പ്രീതം. അങ്ങനെ ഒരു റിഡംഷൻ ഈ ക്യാരക്ടറിനുമുണ്ട്. പിന്നെ റീസെന്റ് ഇൻസ്റ്റാഗ്രാം റീലും ഫേസ്ബുക്ക് വീഡിയോസും പോസ്റ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂടുതൽ വൈറലാവാൻ ചാൻസ് ഉള്ളത് തേപ്പ് കഥകളൊക്കെയാണ്. അതിന്റെ ഒരു മാക്സിമം ക്രിഞ്ച് ലെവൽ രീതിയിൽ റീലുകൾ നമ്മൾ കാണാറുണ്ട്. ഒരു പാവപ്പെട്ട ആൺകുട്ടി വരുന്നു, പെൺകുട്ടി ഇട്ടിട്ട് പോകുന്നു, പണക്കാരൻ്റെ പിന്നാലെ പോകുന്നുള്ള റീലുകളും സീരിയലുകളും സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു പ്യുവർ ഗ്രീൻ ഫ്ലാഗ് എന്നതിനേക്കാളും ഒരു ഗ്രീൻ കാർപ്പറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് ശ്രദ്ധ ജോഷി എന്ന നായിക കഥാപാത്രം. മനോജ് കുമാർ ശർമ്മയെക്കാട്ടും ഒരുപാട് ഫിനാൻഷ്യലി ബെറ്റർ ആയിട്ടും സ്റ്റാറ്റസ് വൈസ് ബെറ്റർ ആയിട്ടും അതൊന്നും നോക്കാതെ അവൻ്റെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് അവന് മാക്സിമം സപ്പോർട്ട് നൽകി. സിനിമയിലൊരു പ്രധാനപ്പെട്ട സീനുണ്ട്. മനോജ് അവളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് ഫോണിലൂടെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആദ്യം അവൾ ഷോക്ക് കൊണ്ടൊന്ന് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നോയല്ല, പെട്ടെന്ന് അവനെ ഒരു നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് മനോജ് പറയുന്ന ഡയലോഗുണ്ട്, നീ എന്നോട് തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ ലോകം തന്നെ മാറ്റിമറിക്കുന്നു. പിന്നീട് വേറൊരു മൊമെന്റിൽ പ്രീതം പാണ്ഡെയുടെ ലവ് ലൈഫ് ഇതുപോലെ തോറ്റു മടങ്ങിയിരിക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ അവൻ ശ്രദ്ധയോടെ മനോജിനുമായിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. തോറ്റുപോയതിൻ്റെ അടുത്ത്, അതായത് ഇന്ന് നീ സിവിൽ സർവീസ് ചെയ്യാൻ നടക്കണം, പക്ഷെ ഇതൊന്നും ആവാണ്ട് നാളെ നീ വെറും ഒരു മില്ല് പണിക്കാരനോ കൂലിപ്പണിക്കാരനായി കഴിഞ്ഞാൽ ഇവള് നിന്റെ കൂടെ നിൽക്കുന്നു, നിനക്ക് തോന്നുന്നുണ്ടെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധ മാറ്റി നിർത്തി മനോജിനോട് തൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അന്ന് പറഞ്ഞല്ലോ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മാറ്റിമറിക്കും, ശരി എന്നാൽ നീ നിന്റെ ലോകം മാറ്റിമറിക്കുക എന്ന രീതിയിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്നാണ് പിന്നീട് കഥയുടെ ക്ലൈമാക്സിലേക്കുള്ള രീതി. ലാസ്റ്റ് മനോജ് IPS ഓഫീസർ ആവുമ്പോൾ അതിന് തൊട്ട് മുമ്പായി, ആ ഇന്റർവ്യൂവിന് നിൽക്കുന്നതിന് തൊട്ട് മുമ്പായി ശ്രദ്ധ കൊടുത്തൊരു കുറിപ്പ് അവൻ വായിക്കുന്നുണ്ട്. അതിലവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ IPSകാരനാണെങ്കിലും പ്രീതം പറഞ്ഞ പോലെ കൂലിപ്പണിക്കാരനായാലും ഞാൻ നിന്റെ കൂടെ ഇനി ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതേപോലെ തന്നെ ചിത്രത്തിന്റെ അവസാനം ഈ പ്രീതം പാണ്ഡെ, ശ്രദ്ധ, ഗൗരി ഭയ്യ ഇവരോടൊക്കെ ഒരുമിച്ചുള്ള മനോജ് കുമാർ താൻ ഇന്റർവ്യൂവിന് പാസ്സായി, താൻ ഇനി മുതൽ IPSകാരനാവാൻ പോവാന്ന് തിരിച്ചറിയുന്ന ഒരു ബ്യൂട്ടിഫുൾ സീനുണ്ട്. അത്യാവശ്യം ഇമോഷണൽ ആവുന്ന എല്ലാ മനുഷ്യന്മാർക്കും സന്തോഷം കൊണ്ട് ഒന്ന് കണ്ണു നിറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത്രയും ഒരു ഹാർട്ട് വാമിംഗ് ആയ ഒരു സീനാണത്. തീർച്ചയായും വിധു വിനോദ് ചോപ്രയ്ക്കാണ് പൂർണ്ണമായി എല്ലാ ക്രെഡിറ്റും. ഒരു തോൽവിയും ഒരു അവസാനമല്ല. ചിത്രത്തിൽ പറയുന്ന പോലെ റീസ്റ്റാർട്ട്.